ഈ കൃഷ്ണൻ ഒരു ഭക്തനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? സ്നേഹം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഭഗവാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ഭഗവാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹം മാത്രമാണ്. ഇത് എല്ലായിടത്തും പറയാറുണ്ട്. ഈവൻ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടാണ്, ഹി ഈസ് നോട്ട് ഡിമാൻഡിങ് എനി കൈൻഡ് ഓഫ് വസ്തുക്കളോ അല്ലെങ്കിൽ ഭക്തിയൊന്നുമല്ല ഭഗവാൻ ഡിമാൻഡ് ചെയ്യുന്നത്. സ്നേഹമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ ഒരു സ്നേഹം അധികം, പലപ്പോഴും ഈ സ്നേഹത്തിന്റെ കണ്ണിങ്ങനെ മുറിഞ്ഞു പോയ ഒരാളാണ് കൃഷ്ണൻ. ജനിക്കുമ്പോൾ അമ്മയുടെ സ്നേഹം, സ്വന്തം പെറ്റമ്മയുടെ സ്നേഹം, സ്വന്തം പെറ്റമ്മയുടെ ആ ഒരു ബ്രീസ്റ്റ് ഫീഡിങ്ങിനുള്ള ഒരു അവസരം ഭഗവാന് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് കിട്ടിയൊരു അമ്മയാണെങ്കിൽ ഗംഭീരമായിട്ട് സ്നേഹിച്ച് 10ാമത്തെ വയസ്സിൽ ആ അമ്മയെ പിരിയേണ്ടി വരുന്നു, സ്നേഹിച്ചൊരു പെൺകുട്ടിയെ പിരിയേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ജീവിതം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറയുമ്പോൾ ഭഗവാനാണല്ലോ, വലിയ ആളാണല്ലോ എന്ന് കരുതും. കംസനെയും വധിച്ചതിന് ശേഷം ഭഗവാന്റെ ജീവന് വലിയ അപകടം ഉണ്ടായിരുന്നു. നിരവധിയുള്ള രാജാക്കന്മാരാണ് കൃഷ്ണനെ വധിക്കാനായിട്ട് തയ്യാറായിരുന്നത്. കാരണം ഈ കംസൻ എന്ന് പറയുന്നത് വലിയൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ പല ആളുകളും കൃഷ്ണനെ വധിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. സദാസമയവും പ്രൊട്ടക്ഷനിലായിരുന്നു ഭഗവാൻ. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രപതിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ SPG ഒക്കെ ഉള്ളത് പോലെ തന്നെ എപ്പോഴും ഒരു കാവൽ വളയത്തിനുള്ളിലാണ് ഭഗവാനെ പ്ലേസ് ചെയ്തിരുന്നത്. കാരണം ആ കുട്ടിയുടെ ജീവനൊന്നും സംഭവിക്കരുത്. ഇങ്ങനെയാണ് ഭഗവാൻ വളരുന്നത്.